ഏത് നിമിഷവും കുതിച്ചെത്താവുന്ന വെള്ളത്തിന്റെ ഭീതിയിലാണ് കണ്ണൂർ വട്ടിപ്രത്തെ 100ഓളം കുടുംബങ്ങൾ. പ്രവർത്തനം നിർത്തിയ ക്വാറിയിലെ വെള്ളമാണ് ജനങ്ങൾക്ക് ഭീഷണിയാകുന്നത്. ഇന്നലെയുണ്ടായ വെള്ളപ്പാച്ചിലിന്റെ ഭീതി നാട്ടുകാരിൽ നിന്നും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഒന്നര കിലോമീറ്റർ നീളത്തിൽ പാറ പൊട്ടിച്ചൊഴിവാക്കിയ ക്വാറി. ശരാശരി 35 മീറ്റർ ആഴത്തിൽ വെള്ളം. സങ്കല്പത്തിനും അപ്പുറത്തെ അപകട ഭീതിയിലാണ് കൂത്തുപറമ്പ വട്ടിപ്രം പ്രദേശത്തെ 100ഓളം കുടുംബങ്ങൾ കഴിയുന്നത്. മണ്ണിന് ചെറിയ ഒരിളക്കം സംഭവിച്ചാൽ പ്രദേശത്തുണ്ടാകാൻ പോകുന്നത് വൻ ദുരന്തമാണ്. പ്രതീക്ഷയ്ക്കപ്പുറമുള്ള അളവ് വെള്ളമാണ് ഈ ക്വാറികളിലുള്ളത്. ഇന്ന് നമ്മൾ നടന്ന ഈ വട്ടിപ്പുറത്തെ ക്വാറിയുടെ അപകടം അതേ അപകടം തന്നെയാണ് ഇപ്പം വിഷയമായി കാണിക്കുന്ന ഈ സ്ഥലത്ത് നടക്കാൻ ഒരു സംഭവം എന്ന നമ്മളെ സംബന്ധിച്ച് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അധികൃതരെല്ലാം പറഞ്ഞിട്ട് ആരും ഇന്നേ വത്ത് തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പോൾ ആണ് എല്ലാവരും വീട് മാറി താമസിക്കണമെന്നും ഇനി മാറി താമസിക്കാൻ വേണ്ടി എല്ലാവരോടും കുറേ വീടുകാർ നമ്പർ എഴുതിയെടുത്ത് പോയി അവർ പറഞ്ഞിട്ടുണ്ട്. കുറേ പ്രാവശ്യം നമ്മൾ പരാതി കൊടുത്തതാണ്. കളക്ടർ മുതൽ തഹസിൽദാർ മുതൽ എല്ലാവർക്കും പരാതി കൊടുത്തത്. എന്നൊരു ഇതും വന്നിട്ടില്ല. ഇപ്പോൾ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാലാണ് ഇനിയെല്ലാം ശ്രദ്ധിക്കപ്പെടുന്നു. ഇന്നലെ പുലർച്ചെ ഉണ്ടായ അപകടത്തിന്റെ ഞെട്ടൽ പ്രദേശത്തുള്ളവർക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സമയം പോലുമില്ലാതെ സെക്കൻഡുകൾ കൊണ്ടാണ് ക്വാറിയിലെ വെള്ളം കുതിച്ചൊഴുകിയത്. കൂറ്റൻ കരിങ്കല്ലുകൾ വീടുകളുടെ ചുമർ തുരന്ന് കടന്നുപോയി. വെള്ളമൊഴുകിയ വഴിയിലെ മരങ്ങൾ കടപുഴകി. അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും പലതവണ നിവേദനം നൽകിയെങ്കിലും ഇതുവരെ പരിഹാരമായില്ല. നിരവധിയായ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണിത്. നിവേദനം മുഖേനയും അതുപോലെ തന്നെ അധികാരികളെ നേരിട്ട് കണ്ടിട്ടും ഇതിൻ്റെ ഭീകരാവസ്ഥ അവരെ ബോധിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത്, അതുപോലെ തന്നെ തഹസിൽദാർ, ജില്ലാ കളക്ടർ, ഉത്തരവാദപ്പെട്ട അധികാരികളെ മുമ്പാകെ ഈ സംഭവം നമ്മൾ പറഞ്ഞിട്ടും നമുക്ക് ഈ ജനങ്ങളുടെ ഒരു ഭീകരാവസ്ഥ ഇല്ലാണ്ടാക്കാൻ ഒരു ശാശ്വതമായ പരിഹാരം അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ക്വാറിയുടെ അരികിടിഞ്ഞ് വീണ് 40 അടിയോളം ഉയരത്തിൽ വെള്ളം ഉയർന്നു. ഇതോടെയാണ് അധികൃതർക്ക് കുറച്ചെങ്കിലും അപകട സാധ്യത ബോധ്യപ്പെട്ടത്. അടിയന്തര നടപടിയെന്ന നിലയിൽ 13 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടി സ്വീകരിച്ചു. എന്നാൽ എന്താണ് ഈ ഭീഷണിക്ക് പരിഹാരമെന്ന് ബന്ധപ്പെട്ടവർക്കും അറിയില്ല. 10ഓളം വലിയ പൈപ്പുകൾ ഉപയോഗിച്ച് ജലനിരപ്പ് കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ നടത്തുന്നത്. ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തലയ്ക്ക് മുകളിൽ ജലബോംബുമായാണ് കൂത്തുപറമ്പ് വട്ടിപ്രം മേഖലയിൽ 100ഓളം കുടുംബങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത്. നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിട്ടും അധികൃതർ അനങ്ങിയില്ല. ഇപ്പോഴൊരു ദുരന്തമുണ്ടായപ്പോൾ അധികൃതർ ഉണർന്നിട്ടുണ്ട്. എങ്കിലും ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.